തൃശൂർ നാട്ടികയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ CPI-യിൽ പൊട്ടിത്തെറി. ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്നും താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നും പറയുകയാണ് സിറ്റിംഗ് MLA CC മുകുന്ദൻ. കോൺഗ്രസ് ഉൾപ്പെടെ ആരോടും തനിക്ക് തൊട്ടുകൂടായ്മയില്ലെന്നും നേതാക്കൾ തന്നെ വിളിച്ചെന്നും CC മുകുന്ദൻ 24-നോട് പറഞ്ഞു. തൊട്ടുകൂടായ്മയൊന്നുമല്ല, എൻ്റെ മനസ്സിലാച്ചാൽ ജനകീയ സ്വഭാവം സ്വീകരിച്ച് പോകുന്ന ഏത് കൂട്ടിയോജിപ്പിക്കും. അതെൻ്റെ ഇപ്പോഴത്തെ ഒരു പോളിസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിസി പുറമെ ഇപ്പോൾ വന്നൊരു പോളിസിയാണ്. ഏതാണ് നമുക്ക് ജനങ്ങൾക്ക് ഗുണകരമാക്കി വിട്ടു അറിയാലോ. ഇവിടെയുള്ള പാർട്ടിക്കാർക്കൊക്കെ അറിയാം CC മുകുന്ദൻ്റെ സ്വഭാവം എന്താണെന്ന്. ഒരു പാർട്ടിയെ അങ്ങനെ അംഗീകരിച്ച് കൊണ്ടുപോകുന്ന കൂട്ടത്തിലല്ല ഞാൻ. എല്ലാ പാർട്ടികളെയും ഒന്നായി കണക്കാക്കി ജനങ്ങളാണ് പാർട്ടി. പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുമെന്നും CC മുകുന്ദന്റെ ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി പറയുമെന്നുമാണ് ഗീതാ ഗോപിയുടെ മറുപടി. CC മുകുന്ദനെ തള്ളി CPI നേതാവും രാജ്യസഭാംഗവുമായ P സന്തോഷ് കുമാർ രംഗത്തെത്തി. ആരോപണങ്ങൾ അപക്വമെന്നാണ് പ്രതികരണം. ഈ കാര്യത്തെക്കുറിച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തെ പോലൊരാള് ഇപ്പോൾ സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്ന് പറയാൻ ഞാനാളല്ല. ഞാൻ പറഞ്ഞല്ലോ, പട്ടിക വന്നിട്ടില്ല. അതിനു മുമ്പ് ഈ അത്തരം രീതിയിലുള്ള ബാലിശവും അപക്വവുമായ പ്രതികരണങ്ങൾ നടത്തുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് സംബന്ധിച്ചിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടിയെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം യാഥാർത്ഥ്യ ബോധമുള്ള ആർക്കെങ്കിലും ഉന്നയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അതിന് കൃത്യമായ മറുപടി നാട്ടികയിലെ മണ്ഡലം സെക്രട്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരോ ഒക്കെ പറയും. അവരാണ് അതിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യരെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീമാന വാർത്തകൾ ചെയ്യുന്നു. ശ്രീത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതുവരെയുള്ള ഡേറ്റ് പ്രഖ്യാപിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതുവരെയുള്ള പ്രചരണ മുഖത്തുണ്ടായ അസ്വാരസ്യങ്ങൾ നേരത്തെ കേട്ടതാണെങ്കിലും ഒരു മേജർ പൊട്ടിത്തെറി എന്ന് പറയാവുന്നത് നാട്ടികയിലാണ്. ഏതെങ്കിലും പാർട്ടി ശ്രീത്ത്? തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ ലോട്ടറി അടിച്ചതുപോലെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അവർ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇതിനകം തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇദ്ദേഹത്തെ CC മുകുന്ദൻ എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ CC മുകുന്ദൻ പ്രതികരണം കൂടുതൽ കടുപ്പിക്കുകയാണ്. പേയ്മെന്റ് സീറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഗീതാ ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഗീതാ ഗോപിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നാട്ടികയിലെ സംബന്ധിച്ചിടത്തോളം UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന നിർണായക നീക്കം ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ബ്രേക്ക് ചെയ്യാവുന്നതാണ്. നിർണായക നീക്കവുമായി AICC തീരുമാനം CC മുകുന്ദനെ അറിയിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നാണ് നിർദ്ദേശം. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇന്നലെ CC മുകുന്ദനുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് രാവിലെ AICC നേതൃത്വം CC മുകുന്ദനെ ബന്ധപ്പെട്ടതെന്ന നിർണായക വിവരം ഇതാ ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാമെന്ന തീരുമാനം CC മുകുന്ദനെ അറിയിച്ചു. നാട്ടികയിൽ മത്സരിക്കുന്നതിൽ CC മുകുന്ദൻ ക്യാമ്പിനും താല്പര്യമാണ്. അതായത് താൻ ഇറങ്ങാൻ പോവുകയാണ് ഓരോ ബൂത്തുകളിലേക്കും എന്ന CC മുകുന്ദൻ അല്പസമയം മുൻപ് വ്യക്തമാക്കിയിരുന്നു. അതായത് UDF-ന്റെ സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാട്ടികയിൽ CC മുകുന്ദൻ നിലവിലെ CPI-യുടെ MLA കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. AICC അങ്ങനെ ഒരു നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നു. CC മുകുന്ദനെ UDF സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഗീതാ ഗോപിയെതിരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നു. ഗീതാ ഗോപി അല്ലാതെ മറ്റ് സ്ഥാനാർത്ഥികളില്ലേ? എന്താണ് ഗീതാ ഗോപിക്കുള്ള യോഗ്യത? നിലവിൽ അവർക്കെതിരെ സാമ്പത്തിക ആരോപണത്തിന് വിജിലൻസ് കേസുണ്ട് എന്ന തരത്തിൽ അടക്കമുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ആ ഒരു സമയത്താണ് CPI നേതൃത്വം അന്തിച്ചു നിൽക്കുന്നത്. CPI നേതൃത്വത്തിന് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ ഒരു ഘട്ടത്തിൽ പറയാനില്ല. CPI ജില്ലാ സെക്രട്ടറിയുമായൊക്കെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പഠിച്ചിട്ട് പ്രതികരിക്കാം, പിന്നീട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. CC മുകുന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആ അനുനയത്തിന് വഴങ്ങില്ല എന്നാണ് ഇനിയും നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് AICC നേതൃത്വം അടക്കം KC വേണുഗോപാൽ കൃത്യമായ രീതിയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയായി CC മുകുന്ദനെ മത്സരിപ്പിക്കാം. അത് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാം. കമ്മ്യൂണിസ്റ്റ് വേരുകൾ ആഴത്തിൽ ആർന്നിറങ്ങിയ ഒരു മണ്ണാണ് നാട്ടികയുടേത്. അവിടെ സ്വാഭാവികമായി മുകുന്ദനെ പോലെ ഒരു നേതാവ് വരികയാണെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാം, വിജയിച്ചു കയറാം എന്ന് തന്നെയാണ് അവരുടെ ക്യാമ്പിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. എന്തായാലും മുകുന്ദൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തള്ളുന്നില്ല. അല്പസമയം മുൻപ് മുകുന്ദൻ നമ്മോട് തന്നെ വ്യക്തമാക്കിയതാണ് കോൺഗ്രസുമായി യാതൊരു തൊട്ടുകൂടായ്മയുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയത്തിനോടൊപ്പം ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ആരുമായും ചേർന്ന് താൻ മത്സരിക്കും എന്നാണ് മുകുന്ദൻ അറിയിച്ചിട്ടുള്ളത്. അതായത് സംസ്ഥാനത്ത് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പൊട്ടിത്തെറി തൃശ്ശൂർ ജില്ലയിൽ
ജില്ലയിലെ നാട്ടികയിൽ നിന്നാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും മുകുന്ദനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. അവരുടെ ഒരു പ്രാഥമിക ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. DCC നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണത്തിന് തയ്യാറല്ല. കാരണം AICC നേതൃത്വമാണ് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷം അവരുടെ DCC നേതാക്കളടക്കം മുകുന്ദനെ വന്ന് കണ്ടേക്കുമെന്ന വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പുറത്ത് വരുന്നത്. എന്തായാലും വലിയ നീക്കമാണ്, രാഷ്ട്രീയ നീക്കമാണ്, വിസ്മയം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.